Good afternoon to all. Good afternoon, ma'am. Good afternoon. Start ചെയ്യാട്ടാ. Good afternoon, ma'am. Okay. Start ചെയ്യാം നമുക്ക്. Start with prayer. Let us pray. എന്താണ് സ്ട്രെങ്ത് കുറവാണല്ലോ. സ്റ്റാർട്ട് ചെയ്യൂ. Don't waste my Prayer. time. Almighty God, make me an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. O Divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive, it is in pardoning that we are pardoned, and it is in dying that we are born to eternal life. Almighty God, bless our college, the management, teaching and non-teaching staff, students, parents, and all who enter this temple of wisdom. Shower your grace on us that we grow in knowledge and wisdom, societal responsibility, and concern for the poor and the marginalized. Sign in. Good afternoon to all, respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Ashwati ma'am. A heartfelt welcome to you, ma'am. Today we are truly excited and learning from your guidance and experience under your mentorship. Thank you, ma'am. Once again, a very warm welcome to you. Thought of today, silence and smile are two powerful tools. Smile to solve problems and silence to avoid problems. Dr. APJ Abdul Kalam. Okay. Then how are you all? And have you had your lunch? No, ma'am. ടൈമിലേക്ക് ഫുഡ് കഴിക്കട്ടെ. എന്താണ് ഇങ്ങനെ? ടൈമിൽ ഫുഡ് കഴിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളാണോ? Yes, ma'am. എന്താണ് പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ല എല്ലാവരും. എന്ത് പറ്റി? പഠിച്ച് കഴിയാണ്ടായോ? അല്ലെങ്കിൽ ബോറടിച്ചോ? No, ma'am. നോ മാം. യെസ് മാം. നോ മാം. ഇത് മാത്രമേ ഉള്ളൂല്ലോ. വേറെ ഒന്നും പറയുന്നില്ല. മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല ടെൻസസ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. Okay, ma'am. So tenses, there are three types ആണുള്ളത്. Present tense and past tense and future tense. ഈ 3 ടെൻസിലും 4 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Present tense നോക്കുകയാണെങ്കിൽ simple present tense, present continuous, present perfect continuous. In പാസ്റ്റിലാണെങ്കിൽ simple past, past continuous, past perfect continuous. In future ആണെങ്കിൽ simple future, future continuous, future perfect continuous. Okay, so in simple present tense നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ടും റൊട്ടീൻസ്, ഹാബിറ്റ്സ് ആൻഡ് പെർമനന്റ് സിറ്റുവേഷൻസ്, ദെൻ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ് കൂടുതലായും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യാം. സോ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം സബ്ജക്ട്സ് എന്താണ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഓക്കെ, സോ ഈ സബ്ജക്ട്സിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗുലർ സബ്ജക്ട്സ് എന്നും പ്ലൂറൽ സബ്ജക്ട്സ് എന്നും. സിംഗുലർ സബ്ജക്ട്സിൽ വരുന്നതാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്ട്സിലാണ് ഐ, യു, വി, ദേ. ഓക്കെ, ഇനി വേർബിൽ നോക്കുകയാണെങ്കിൽ വേർബിൽ നമുക്കറിയാം എന്താണ് പ്ലൂറൽ വേർബ് ആണ്. പ്ലൂറൽ വേർബ് എന്ന് പറയുന്നത് റൈറ്റ്, ഗോ, ഡ്രോ ആയിരിക്കും. അതെ സിംഗുലർ വേർബ്സ് വരുമ്പോൾ അതെങ്ങനെയാവും? റൈറ്റ്, റൈറ്റ്സ് ആവും, ഡ്രോ, ഡ്രോസ് ആവും, ഗോ, ഗോസ് ആവും. ഓക്കെ, എസ് ആഡ് ചെയ്യും ഏതില്? സിംഗുലർ വേർബില്. നെക്സ്റ്റ് ഇതിൽ റൂൾ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് യൂസ്ഡ് വിത്ത് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട് യൂസ്ഡ് വിത്ത് പ്ലൂറൽ വേർബ്. ഇനി ഇതില് ഗോ ആൻഡ് ഡു ആൻഡ് ഡസ് ആൻഡ് ഡോണ്ട്, ഡസൻറ്റ് അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. അതായത് പ്ലൂറൽ സബ്ജക്ട്സിലായിരിക്കും നമ്മൾ ഡു യൂസ് ചെയ്യുക. അതായത് ഐ ഡു, യു ഡു, വി ഡു, ദേ ഡു. അത് നെഗറ്റീവ് ആകുമ്പോൾ ഐ ഡോണ്ട്, യു ഡോണ്ട്, വി ഡോണ്ട്, ദേ ഡോണ്ട്. സിംഗുലർ സബ്ജക്ട്സിലാണെങ്കിൽ ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്, എവരിബഡി ഡസ്. ബട്ട് അതിൽ നെഗറ്റീവ് ആകുമ്പോൾ ഹി ഡസൻറ്റ്, ഷീ ഡസൻറ്റ്, everybody doesn't, അങ്ങനെ യൂസ് ചെയ്യാം. That's all, ma'am. Thank you, ma'am.
ഓക്കെ വിദ്യ. ശരിയാണ് മാം. എല്ലാവർക്കും clear ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിൽ പറയുന്നത് അല്ലെ? മനസ്സിലായോ എല്ലാവർക്കും ഇപ്പൊ? ഓക്കെ, പറഞ്ഞു 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 പഠിച്ചു ആണോ? യെസ് മാം. Yes, ma'am. പറഞ്ഞു പഠിച്ചാലേ പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നല്ലേ, നോക്കിയിരുന്നോ അതൊക്കെ? Do and does. ഡസും ഡു എങ്ങനെ യൂസ് ചെയ്യണ്ടേ? ഏത് സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? എല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കൂ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ യു വിയിലെ ആൻഡ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്, ഈ ഷീറ്റ് everybody. ഓക്കെ, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ ഡസ് ഉണ്ട്, കാരണം ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കാം. എങ്ങനെയാണ്? ഹി ഡസൻറ്റ് പ്ലേ ക്രിക്കറ്റ്, ഹി ഡസൻറ്റ് പ്ലേ ക്രിക്കറ്റ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ഈ പറയുന്ന ഡസ് ഫസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, does he play the cricket? Does he play the cricket? Then every question അല്ലേ എന്ന് ചോദിക്കണം അല്ലെ? അല്ലേ എന്നാണെങ്കിൽ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. അപ്പോ ഡസിന്റെ നെഗറ്റീവ് ആണ്. Does he play cricket? ഡസ് വരുമ്പോ ഒരിക്കലും വെർബിന്റെ കൂടെ യെസ് വേണ്ട. ഓക്കെ, ഡു ആണെങ്കിലോ they എടുക്കാം. They play cricket. Do they play cricket? They play cricket. They don't play cricket. Do they play cricket? Don't they play cricket? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്, ക്ലിയർ. ഇനി എന്താ ചെയ്യേണ്ടേ? ഞാൻ മലയാളം കുറച്ച് ട്രാൻസ്ലേഷൻ പറയട്ടെ, അതോട് കൂടി കഴിഞ്ഞാല് അല്ലെങ്കിൽ വേണോ? വേറെ ടെൻസിലേക്ക് പോയാലോ? ഓ സന്തോഷം, സമാധാനായാലോ അല്ലേ? ടെൻസ് പഠിക്കാം. നമുക്കത് മടുത്തൊന്നും എനിക്കറിയാം. എത്ര ദിവസമായി ടെൻസിനെ പുറപ്പെടുക്കുന്നു അല്ലെ? ഓക്കെ, ഇങ്ങനെ ബോറടിക്കുമ്പോ പറയണം കേട്ടോ, കാരണം ആ സെയിം ബോറിങ് ഇരിക്കും തോന്നും. അതുകൊണ്ടാണേ ഞാൻ ബോറടിക്കുമ്പോ പറയാം, പഠിക്കും മാറ്റി പിടിക്കാലോ. ഓക്കെ, then let's move on to the next tense is present continuous tense. Okay, present continuous means എന്താണ്? ഏറ്റവും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ്. At present ഒരു പട്ടി എപ്പോഴും പോകും. ഓക്കെ, അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോ നിൽക്കുന്ന കാര്യം അല്ലെ? ഞാനിപ്പോ എന്ത് ചെയ്യാം? ഞാൻ പഠിപ്പിക്കുകയാണ്, ഐ ആം ടീച്ചിങ് അല്ലെ? പഠിപ്പിക്കുകയാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് കൂടിയാണ് ഇൻ ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ക്യാൻ യൂസ് ഫ്യൂച്ചർ ആക്ഷൻസും കൂടി പറയാൻ നമുക്ക് ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ നാളെ ദുബായിക്ക് പോവാണ് എന്ന് പറയുമ്പോ ഫ്യൂച്ചർ കാര്യമാണ് നമ്മൾ പറയുന്നത്, നാളത്തെ കാര്യമാണ് അല്ലെ? നാളെ ഞാൻ ദുബായിക്ക് പോവാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. Tomorrow I'm going to Dubai. Tomorrow I'm going to Dubai. ഞാൻ ദുബായിക്ക് പോവാണ്. പാസ്റ്റ് ആണ്, സോറി ഫ്യൂച്ചർ ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്ത് ഈ ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മനസ്സിലായോ? അപ്പോ പ്രസന്റ് അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻ പറയാനും ഫ്യൂച്ചർ ആക്ഷൻസ് പറയാനും ടെമ്പററി ആക്ഷൻസ് പറയാനും നമ്മൾ ഈ ടെൻസ് tomorrow I'll go to Dubai പറയുന്നത്. ഞാൻ ദുബായിക്ക് പോകുന്നു ഞാൻ പൊതുവെ പറയാറില്ല കേട്ടോ.
വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ പറയാം. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് കറന്റ് സിറ്റുവേഷൻ പറയാനും ഫ്യൂച്ചർ ആക്ഷൻസ് പറയാനും ടെമ്പററി ആക്ഷൻസ് പറയാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ്. ക്ലിയർ? ആസിഡിക്കനോസ് ഇത്രയും പറയാം. ക്ലിയർ ആയോ? അപ്പൊ നോട്ട് എഴുതിക്കോളൂട്ടോ, അതൊക്കെ മനസ്സിലായി. ഇതിൽ നിന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതാ ചെയ്യുകയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ചെയ്യുന്നു എന്നാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ്? ചെയ്യുകയാണ് എന്നാ പറയാട്ടോ. ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ? ഈ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ പോലെ മെയിൻ ടെൻസ് എവിടേക്ക് യൂസ് ചെയ്യണം ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കാം. ഓക്കെ, അതിനുശേഷം എഴുതി കഴിയുമ്പോൾ പറയാം കേട്ടോ. മാം ടെമ്പററി ആക്ഷൻ പറയുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ടെമ്പററി ആക്ഷൻസ് എന്ന് പറയുമ്പോഴും എല്ലാം നമ്മളിപ്പോ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ് ടെമ്പററി ആണ്, ഒന്നും പറഞ്ഞത്. മീൻസ് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണെന്ന് പറയുന്ന പ്രൊസീജിയറും 2:30 വരെ ഉള്ളൂ. അപ്പോ അതും ടെമ്പററി ആക്ഷൻ അല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. അത് ടെമ്പററി ആക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത്. ഏത് ആക്ഷൻസ് ആണെങ്കിലും പെർമനന്റ് ആക്ഷൻ അല്ല നമ്മൾ ഇത് എപ്പോഴും അല്ലെ, ടെമ്പററി ആക്ഷൻസ് അങ്ങനത്തെ ആക്ഷൻസ് പറയാം. ഓ, നോട്ട് എഴുതി കംപ്ലീറ്റ് ആകുമ്പോ പറയൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? നോട്ട്സ് കംപ്ലീറ്റ് ആയില്ലേ?
ഇല്ലല്ലോ. Completed. Okay. Okay. Now let's try the structure. Okay. Structure. Subject plus subject plus present auxiliaries. Okay. Present auxiliaries means ഏതൊക്കെയാണ്? Which are the present auxiliaries? Is and Are? are. Are. Yeah. Am. Are. Yeah. And are. അപ്പോൾ subject plus am is are plus verb ing. Present auxiliaries ആയ am is are ആണ് ഇവിടെ. ഇതാണ് ഇമ്പോർട്ടന്റ്. Okay. Subject plus am is are plus verb ing. Continuous ആയതുകൊണ്ട് തന്നെ verb കൂടെ ing ആണ്. Okay. Clear? Yes. ഈ tense നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ക്ലാസ്സിൽ. പറഞ്ഞായിരുന്നു മിസ്സേ, കുറച്ച് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ലേ, ഞാൻ ഓർത്തു പറഞ്ഞ പോലെ ഇത് തോന്നിയാലോ. ഓക്കെ, അപ്പോ അറിയാലോ ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു, ഹി ഷീസ് എവരിബഡി ഈസ്, ആൻഡ് യു വീഡിയോയുടെ കൂടെ ആർ യൂസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഞാൻ ചെയ്യുകയാണ്, ഞാൻ പോകുകയാണ്, ഞാൻ പാട്ട് പാടുകയാണ്, അവന് കഴിയുകയാണ്, അവരുടെ ഹോംവർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്ന എല്ലാം ചെയ്യുകയാണ്. കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമുക്ക് ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാം. I'm playing, I'm reading, it is playing on the ground, and they are doing their homework. Okay, clear? ഇത് ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെർബലിയെ കുറിച്ചിട്ടാണ്, ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. നമുക്കിത് നൗണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഐ എം എ ടീച്ചർ, അവിടെ നമ്മൾ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൗൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ing ഫോമോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിലെ വിദ്യ ക്ലാസ് എടുത്തപ്പോഴാണെന്ന് തോന്നുന്നു നൗണിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. സോ അത് നൗൺ ആണ്. ഞാനിപ്പോ പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ, അത് നൗൺ ആണ്. ഇതുപോലെ പറഞ്ഞു വ്യത്യാസം കേട്ടോ. ഐ എം എ ടീച്ചർ, ഈസ് എ സ്റ്റുഡന്റ്, ദേ ആർ ബോയ്സ് എന്നൊക്കെ പറയുന്നത് നൗൺ ആണ്. അങ്ങനെയും യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? കുറച്ചുകൂടെ ഞാൻ അത് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല, അത് മനസ്സിലായല്ലോ. ഓക്കെ, സോ നമുക്കിനി ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെഗറ്റീവ്സ് പോസിറ്റീവ്സ്, എന്നിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മലയാളം പറഞ്ഞിരുന്നോ? ഞാൻ അതും പറഞ്ഞു, എല്ലാം പറഞ്ഞാണല്ലോ, പിന്നെ പറയണ്ടല്ലോ. ക്ലിയർ? അപ്പൊ ഇനി നെഗറ്റീവ്സ് എങ്ങനെയാ ചെയ്യാ? ആം ഇവിടെ തന്നെ, ആമിന് കുറച്ച് ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. ഇത് പറയാം നമുക്ക്. You are playing cricket. പറയൂ, you are playing cricket is a positive statement. How can we say the negative? പറയൂ, എങ്ങനെയാ നെഗറ്റീവ്? എങ്ങനെയാ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ പറയാ? You are playing cricket. ആറിന്റെ കൂടെ നോട്ട് ചേർക്കുക. അത് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വരിക? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ക്രിക്കറ്റ് കളിക്കുകയാണ്, ക്രിക്കറ്റ് കളിക്കുകയല്ല. യു ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കുകയാണോ? ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്? കളിക്കുകയല്ലേ? ആർന്റ് യു പ്ലേയിങ് ക്രിക്കറ്റ്? ഡു യു? സുബി, ഇതാണ് സുബി. വരുമ്പോ വ്യത്യാസം വരും. നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡു യു മീൻസ് നീ ക്രിക്കറ്റ് കളിക്കുവാണെന്നല്ലേ പറഞ്ഞേ? ക്രിക്കറ്റ് കളിക്കാണോ എന്ന് ചോദിക്കുമ്പോ യു ആണ് വരെ. ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നാണെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ചോദിച്ചായിരുന്നല്ലോ മാം.
ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് നമുക്കത് ഫോൺ പറയാൻ പറ്റുമോ? അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലേ? അത് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് എങ്ങനെയാ? Aren't playing cricket. അല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മാം. You are playing cricket is a positive statement. Negative, you are not. You are not means you aren't. Short again, you aren't. And you are not playing cricket. Are not very. You are not playing cricket. And a positive question: are you playing cricket? Are you playing cricket? And a negative question: aren't you playing cricket? Aren't you playing cricket? Okay. So clear? പക്ഷെ ഇവിടെ സുബി ചോദിച്ച ചോദ്യം ടെക്സ്റ്റ് ചെയ്ത് എന്തായിരുന്നു? ഡു യു പ്ലേ ക്രിക്കറ്റ് എന്നാണ്. അപ്പോ ആർ യു പ്ലേ ക്രിക്കറ്റിന്റെയും ഡു യു പ്ലേ ക്രിക്കറ്റിന്റെയും മീനിങ് ഡിഫറെന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അറിയോ? ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്, ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഡു യു പ്ലേ ക്രിക്കറ്റ് നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നല്ലേ? രണ്ടെണ്ണത്തിന്റെ മീനിങ് സെയിം അല്ലേ വരത്തുള്ളൂ. നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ ഇല്ലല്ലേ? അതായത് രമണ എന്നൊക്കെ പറയാനായിരുന്നു. അതായത് അത് സുബിക്ക് മലയാളം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലേ? കളിക്കാറുണ്ടോ കളിക്കുകയാണോ എന്ന് ചോദിക്കുന്ന വ്യത്യാസമില്ലേ? പറയൂ. കളിക്കാറുണ്ടോ എന്ന് പറഞ്ഞ ആർ യു ഫോളോയിങ് ദാറ്റ് ആക്ടിവിറ്റി യൂഷ്വലി ഓർ നോട്ട്? അങ്ങനെയാണ്. എന്തൊക്കെ കളിക്കാറുണ്ടോ, എപ്പോഴും കളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. ആ ഒരു ചോദ്യമാണ്. പക്ഷെ കളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ നീ ഇപ്പൊ കളിക്കുകയാണോ, ഇപ്പോ നടക്കുന്നത് ക്ലിയർ ആയോ? അപ്പൊ മലയാളം പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക്. മനസ്സിലാവുന്നുണ്ടോ സുബി? ഓക്കെ മാം. ഓക്കെ സുബി, ഞാനും ഇതൊന്നും സീരിയസ് ആയിട്ട് പറയുന്നല്ല കേട്ടോ. മാം, ഒരു കോയിന് രണ്ട് ഫേസസ് ഉണ്ട്. അപ്പൊ അതുപോലെ എല്ലാവർക്കും രണ്ട് ഫേസസ് ഉണ്ട്. എല്ലാവർക്കും കുറവുകളും ഉണ്ട്, മീൻസ് നല്ലൊരു ഇതും ഉണ്ട്. അതായത് എനിക്ക് കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം അത്രയും പിടുത്തമില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് നാട്ടിൽ താമസിക്കുന്ന സംബന്ധിച്ച് പറഞ്ഞാൽ അത് കുറവാ. പക്ഷെ ഹാഡ് ഇംപ്രൂവ്. ലൈക്ക് 5 വർഷമായി ഇവിടെ താമസിച്ചിട്ട്. ഞാൻ വന്ന കാലത്ത് മീൻസ് നാട്ടിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ എനിക്ക് പറയുമ്പോൾ മനസ്സിലാകും. പക്ഷെ തിരിച്ച് മറുപടി കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിനേക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആയി. പക്ഷേ സുബി, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മലയാളം മാത്രം മതി. ഞാനീ പഠിപ്പിക്കുന്ന മലയാളത്തിനൊന്നും ആവശ്യം. പക്ഷെ മാം, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് അവിടെ ബേസിക് ലാംഗ്വേജ് നമുക്ക് മലയാളം കൂടെ അല്ലേ പഠിപ്പിക്കേണ്ടത്, ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ. പക്ഷെ നമ്മള് മലയാളികൾ പറയുന്നത് പൊതുവെ തിരിച്ചാണ്. മലയാളം അന്നത്തെ ഗുണമില്ല, പക്ഷെ പഠിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഒക്കെ സ്കൂളിൽ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ മലയാളത്തിൽ മാത്രം പഠിക്കാനുണ്ട്. സ്റ്റേറ്റ് ബോർഡിന്റെ കാര്യമാ പറയുന്നത്. സ്റ്റേറ്റ് ബോർഡിന് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അത് മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ കൂടുതൽ പഠിക്കാനുള്ളത്. മലയാളം എന്ന് പറയുന്നത് ഭയങ്കര ടഫസ്റ്റ് ലാംഗ്വേജ് ആട്ടോ. പറയുന്നല്ല, ഭയങ്കര പണി പഠിക്കാനായിട്ട്. അത് എന്റെ മോള് പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ എങ്ങനെയോ പഠിച്ചെടുത്തി. എന്തൊരു അക്ഷരങ്ങളാണല്ലേ എന്ന് ആലോചിച്ച് നോക്കിയത്. എഴുതാൻ പെടുന്ന പാട്, എഴുതാനും പഠിക്കാനും ഭയങ്കര പണിയാ. ശ്രദ്ധയില്ല. എന്റെ മോൾ ഇംഗ്ലീഷ് പറയും, മലയാളം കിട്ടില്ല. എന്ത് പറയാനാ? എനിക്ക് മലയാളം അറിയത്തില്ലെങ്കിലും എന്റെ മോനെ ഇംഗ്ലീഷിൽ ഫുൾ മാർക്കാ, മാക്സിമം ഫുൾ മാർക്കാ. പക്ഷെ മാർക്ക് കുറയണ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. അതെല്ലാ കുട്ടികളും അങ്ങനെയാട്ടോ. മലയാളം ഭയങ്കര ടഫാ പഠിക്കാം. നമ്മളെങ്ങനെയൊക്കെയോ പഠിച്ചു. അത് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് നമുക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഇന്നത്തെ കുട്ടികൾ നേരെ തിരിഞ്ഞു പോകും. അവർക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയില്ല. കുഴപ്പമില്ല, മലയാളം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്തോട്ട് എന്തായാലും പോകും. പിള്ളേരൊന്നും ഇവിടെ നിൽക്കില്ലെന്നേ, ഒക്കെ പുറത്തോട്ട് പോകും. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന ബെറ്റർ.
അവളോ പെട്ടു അല്ലെ? കുട്ടികളെങ്കിലും പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഗവൺമെന്റും ബ്രെയിൻ ഡ്രെയിൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോ സുബിക്ക് സംഭവം മനസ്സിലായല്ലോ. പ്രസന്റ് കണ്ടിന്യൂസ് എന്നാണ് പഠിക്കുക. മലയാളീകരിച്ച് പഠിക്കണം. ഓക്കെ, സുബിക്ക് ഇംഗ്ലീഷ് അറിയാലോ. അറിയാം. മലയാളത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് കുളമാകുക. വേണ്ട, അതാണ് ഞാൻ പറയാം. അങ്ങനെ ചെയ്യണ്ട, ഉള്ളത് കൂടെ പോവും. ഇംഗ്ലീഷ് ഓൾറെഡി അറിയാം, അപ്പൊ അത് മതി. ഓക്കെ. കാരണം മലയാളത്തില് പല രീതിയിൽ ചോദ്യങ്ങൾ ചെയ്യാറുണ്ട്. ചെയ്യുന്നുണ്ടോ, ചെയ്യുകയാണോ, ചെയ്തോ, ചെയ്തില്ലേ, കാര്യം. ഇപ്പൊ ഞാൻ എത്ര ചോദിച്ചു. ഇംഗ്ലീഷിൽ അതുമായിട്ട് 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മലയാളം അങ്ങനെയില്ലാതെ ഒരുപാട് രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതെല്ലാം പഠിക്കുന്നത് അത്ര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി മെനക്കെടാൻ വേണ്ട. ഓക്കെ, ഇഷ്ടമാണോ മലയാളം പഠിക്കാൻ? ഇഷ്ടമാണോ? ഇഷ്ടമല്ല, ഇപ്പം എന്റെ റിക്വയർമെന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. മാം പഠിപ്പിക്കാൻ ആരുമില്ല, എല്ലാവർക്കും തിരക്കാം. പക്ഷേ കഷ്ടം കേട്ടോ, മലയാളം പഠിപ്പിക്കാൻ ആരുമില്ലേ? മോശമാണ്, വളരെയധികം മോശമാണ് കേട്ടോ. മലയാളികൾക്കേ മോശമാണ്. പഠിപ്പിച്ചു കൊടുക്കും ആരെങ്കിലും ഒരാളെ. പഠിപ്പിച്ചു തരണോ ആൾക്കാരുണ്ട് ഇവിടെ. തരും. എല്ലാവർക്കും അവരവരെ തിരക്കാം, അവരുടെ ഫാമിലീസും പിള്ളേരും. ടൈം ഇല്ല. മലയാളം ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. പോളിസി അതൊക്കെ, അത് സെറ്റാണ് കേട്ടോ. എന്തോ കേട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ ഇതിലെ ഇംഗ്ലീഷ് ടെൻസസ് ഒക്കെ പഠിക്കില്ല, അതുപോലെ മലയാളത്തിൽ പഠിക്കുമ്പോൾ സുബി ഓടും. കാരണം അത്രയ്ക്ക് ടഫാണ് മലയാളത്തിലെ ഓരോ. എനിക്ക് മലയാളത്തിൽ ഒത്തിരി ഒന്നും പഠിക്കണ്ട, അക്ഷരങ്ങളും പിന്നെ എന്തെങ്കിലും എഴുതിയിരിക്കുന്നത് വായിക്കാൻ പഠിച്ചാൽ മതി. ഹരിശ്രീ അതൊക്കെ പഠിപ്പിക്കുക, എന്നെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാനത് പഠിപ്പിച്ചു. ഞങ്ങൾ മലയാളം സംസാരിക്കാൻ പഠിപ്പിക്കാം, തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചാൽ മതി. ഫീസ് വേണ്ട. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ എന്തോരം ഗ്രൂപ്പുകളാണെന്നറിയോ ഈ ഒരു ഫോണിന്റെ അകത്തുള്ള. ഒന്നും ആക്റ്റീവാണോ? കുറച്ചൊക്കെ. അപ്പോ പഠിപ്പിക്കാൻ ആൾക്കാരുണ്ട്. എനിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ പറയല്ലേ മാം, കൈ ഒഴിയല്ലേ. കൈ ഒഴിയാൻ നിൽക്കുക, ചുമ്മാ ക്ലാസ്സിൽ മതിയല്ലോ. ഓക്കെ, അയ്യോ ഞാൻ ആ രീതിക്കൊന്നല്ലട്ടാ പറയുന്നത്. എനിക്കിത് വർത്തമാനം പറഞ്ഞിരിക്കാൻ രസമല്ലേ? അവസ്ഥയാണ് ടീച്ചർ ക്ലാസ്സിൽ വന്നിരുന്ന് പറയുന്ന വർത്തമാനം കേൾക്കണ്ട. ഓക്കെ, തിരിച്ചോ സംസാരം കഴിഞ്ഞു. മാം, നമ്മളൊരു നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു നെഗറ്റീവ് വേർഡ് ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് അതിന് പറയാൻ പറ്റുള്ളൂ. നെഗറ്റീവ് വേർഡ് നോട്ട്. അതെ, അതപ്പോ ആർ യു പ്ലേയിങ് ക്രിക്കറ്റില് ഒരു നെഗറ്റീവും ഇല്ല. അപ്പൊ അത് എങ്ങനെയാ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതെ മാം, അതാണ് സുബി അപ്പൊ മനസ്സിലാക്കേണ്ടത്. അതില് നോട്ടോ ഒരു നെഗറ്റീവ് വേർഡോ അതിലില്ല. അപ്പൊ അത് ഒരു നെഗറ്റീവ് സെന്റൻസ് അല്ല. മലയാള അർത്ഥത്തിലാണെങ്കിലും ഇംഗ്ലീഷ് അർത്ഥത്തിലാണെങ്കിലും അതിലൊരു നെഗറ്റീവ് വേർഡേ അതിലില്ല. പിന്നെ അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ പഠിച്ചത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അതിന് എഗെയിൻസ്റ്റ് പഠിച്ചതാണ്, ഓപ്പോസിറ്റ് ചെയ്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നെഗറ്റീവ് ആയിട്ട് നോട്ട് വരുന്നത്. ഈ ക്വസ്റ്റിനിലേക്ക് വരാണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്, അവിടെ നെഗറ്റീവ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യനിലാണ് നോട്ട് വരാം, ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പൊ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുക അല്ലേ എന്ന് ചോദിക്കുന്നത് ഡിഫറെന്റ് ആണ്. മനസ്സിലായോ?
മാം ഒരു ഡൗട്ട് മാം, നമ്മൾ ഐ എം ഗുഡ്, ഐ എം ബാഡ്, ഇതിൽ ഐ എം ഗുഡ് എന്നുള്ളത് പോസിറ്റീവും ഐ എം ബാഡ് എന്നുള്ളത് ഒരു നെഗറ്റീവ് സെന്റൻസും അങ്ങനെയല്ലേ മാം വരിക? നെഗറ്റീവ് കാരണം ബാഡ് എന്ന് പറയുന്നത് വേർഡ് നെഗറ്റീവ് ഇടണം. ഓക്കെ, അങ്ങനെ നമുക്ക് നോട്ട് തന്നെ വരണം എന്നില്ല അല്ലെ മാം? അപ്പോഴും അത് നെഗറ്റീവായി. ഓക്കെ, താങ്ക് യു. ഇപ്പോ ബാഡ് തന്നെ ബാഡ് എന്ന് പറയുന്നത് ഞാൻ ചീത്തയാണ്, അത് ആ വേർഡിന് മീനിങ്ങിലാ വരുന്നത് കേട്ടോ. അപ്പോഴും ആ വേർഡ് നെഗറ്റീവ് ആണ് നമ്മൾ പറയുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കുക. ബാഡ് എന്ന് പറയുന്നത് ആ വേർഡ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആ വേർഡിന്റെ മീനിങ് നെഗറ്റീവ് ആണ്, മോശമാണ്. അത് നമ്മൾക്ക് വരുമ്പോ ഞാൻ ചീത്തയാണെന്നാ പറയാ. ഓക്കെ, അത് നെഗറ്റീവ് ആകാൻ എങ്ങനെയാ? ഞാൻ ചീത്തയല്ല എന്ന് പറയാലോ, ഐ എം നോട്ട് ബാഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായി. നെഗറ്റീവ് മീൻസ് സെന്റൻസ് വൈസ് നെഗറ്റീവ് ആയി, പക്ഷെ അത് മീനിങ് വൈസ് എന്തായി? പോസിറ്റീവ് ആണാവാ. ക്ലിയർ. ഓക്കെ, ഇനി എന്താണ് ഡൗട്ട്സ്? എനി അതർ ഡൗട്ട്സ്? പോസിറ്റീവ്സ് പഠിച്ചു, നെഗറ്റീവ്സ് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് മലയാളം സെന്റൻസ് ചെയ്യാൻ തന്നെ, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്ക് എഴുതിക്കോളൂ. ഞങ്ങള് ഞങ്ങൾ 3 മണിക്കൂറായിട്ട് ഹോംവർക്ക് ചെയ്യാണ്. ഞങ്ങൾ 3 മണിക്കൂറായിട്ട് ഹോംവർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ 3 മണിക്കൂറായിട്ട് ഹോംവർക്ക് ചെയ്യുകയാണ്. അവൻ അവൻ കാർ ഡ്രൈവ് ചെയ്യാണോ? അവൻ കാറ് ഡ്രൈവ് ചെയ്യാണോ? അവൻ കാറ് ഡ്രൈവ് ചെയ്യുകയാണോ? മാം ചെയ്യുകയാണ് എന്നാണോ മാം? ചെയ്യുകയാണോ? ഓക്കെ. അവൻ കാറ് ഡ്രൈവ് ചെയ്യുകയാണോ? അവർ ബുക്സ് വായിക്കുകയല്ലേ? അവർ ബുക്സ് വായിക്കുകയല്ലേ? അവർ ബുക്സ് വായിക്കുകയല്ലേ? എന്റെ അമ്മ വീട്ടിൽ TV കാണുകയാണ്. എന്റെ അമ്മ വീട്ടിൽ TV കാണുകയാണ്. എന്റെ അമ്മ വീട്ടിൽ TV കാണുകയാണ്. പട്ടി കുലുക്കുകയല്ല. പട്ടി കുലുക്കുകയല്ല. ഇവിടെ മഴ പെയ്യുകയാണ്. ഇവിടെ മഴ പെയ്യുകയാണ്. ഇവിടെ മഴ പെയ്യുകയാണോ? ആണോ അല്ല, അല്ലേ വെക്കാം. ഇവിടെ മഴ പെയ്യുകയല്ലേ? ഞാൻ ലെറ്റർ എഴുതുകയാണോ? ഞാൻ ലെറ്റർ എഴുതുകയാണോ? ഞാൻ ലെറ്റർ എഴുതുകയല്ലേ? ലെറ്റർ എഴുതുകയല്ലേ?
ഓക്കെ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. മിസ് മൂന്നാമത്തെ അവർ ബുക്ക് വായിക്കുകയാണോ എന്നാണോ അവൻ ബുക്ക് വായിക്കുകയാണോ വായിക്കുകയില്ലേ എന്നാണോ? അവരാണ്, അവർ ബുക്സ് വായിക്കുകയാണോ എന്ന്. ഓക്കെ. എഴുതി കഴിഞ്ഞാൽ അവരൊന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ടെക്സ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആവില്ല. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ചെക്ക് ചെയ്തോളൂ. ഓക്കെ. ഓക്കെ, കഴിഞ്ഞോ? ടെക്സ്റ്റ് ചെയ്യോ എല്ലാവരും?
2 3 എഴുതാൻ കിട്ടിയില്ല. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ അത് പറയുന്നുണ്ടോ? എന്താ ചെയ്യാ? പറയട്ടെ മാം. പറയൂ. We are doing homework for 3 hours. Is he driving the car? Aren't they reading books? My mother is watching TV. The dog is not barking. It is raining here. Is it raining here? Isn't it raining here? Am I writing letter? Aren't I writing letter? Okay, ma'am. Yeah. Next one. Who's next? കഴിഞ്ഞോ? കഴിഞ്ഞൊരു പറയൂ കേട്ടോ. പറയൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ, എന്തുകൊണ്ട് ചെയ്യാം. ദൃശ്യ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. You are doing homework in 3 hours. In 3 hours. Did he drive the car? My mother is watching TV at home. The dog was not barking. There is raining. I'm writing. ഇതാണല്ലോ ദൃശ്യ. നമ്മ പറഞ്ഞു തരോ? പഠിക്കാലോ, പഠിക്കാം. Then we have been doing. കൊള്ളാം. തെറ്റാണ്. ഞാൻ തെറ്റാണ് എന്ന് പറയുമ്പോ അത് കേട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ. മിസ്റ്റേക്സ് വന്നാൽ മിസ്റ്റേക്ക് വന്നെന്ന് പറയണ്ടേ, അല്ലെ? മിസ്റ്റേക്സ് വന്നത് തിരുത്തണം, കറക്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. അതിലാണ് കാര്യം. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് വിഷമിച്ചിട്ടുണ്ടോ? ടെക്സ്റ്റ് ചെയ്യൂ. തെറ്റുമെന്ന് വിചാരിച്ച് ആരും ടെക്സ്റ്റ് ചെയ്യാതിരിക്കണ്ട. എന്നാലാണ് എനിക്കിനി പഠിപ്പിക്കണോ അല്ലെങ്കിൽ അടുത്ത പോർഷനിലേക്ക് പോകണോ എന്നറിയാൻ, വേറെ എന്തിനല്ല. ഓക്കെ, നിങ്ങൾ എന്നോ എത്ര ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ അത്രയും നാളെ ക്ലാസ് എടുക്കാം. നിങ്ങൾ എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നോ അന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തേ, പുതിയ ടെൻസ് എടുത്തോ? പിന്നെ എപ്പോഴാ ജോയിൻ ചെയ്ത്? മിസ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിലെത്തിയുള്ളൂ, ഇപ്പൊ ജോയിൻ ചെയ്തായിരുന്നു. എന്തായാലും പഠിക്കൂ കേട്ടോ. നെക്സ്റ്റ് ടൈം ക്ലാസ് ഇവരൊക്കെ തെറ്റാ പറയുന്നത്, അത് പേടിക്കണ്ട. സുബിക്ക് മലയാളം കിട്ടിയില്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. ഇനി ബാക്കി എല്ലാവരും എന്താ മിണ്ടാത്തേ? എഴുതുന്നുണ്ടോ നമ്മള്? കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്താന്ന് വെച്ചാൽ പറയുമെങ്കിലും മിണ്ടാതിരിക്കില്ല കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. തമാശക്ക് പറയുന്ന ആൾ അങ്ങനെ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, നേരിട്ട് തന്നെ പറയാം. ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ചെയ്തോ.
Okay, Angela, we are doing homework. The last 3 hours. Miss, we drive the car and dogs. My mother watching TV at home. Sit dog, monkey. Miss, your spinning. So now mistakes. We have been during our walk. Trying the car, we are reading a book. My mom watching. The dog is barking. It's raining. They are biking. Right. Okay. So, one level next week. Mistakes ഉണ്ടെങ്കിലും ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും ചെയ്യാതിരിക്കരുതേ. Okay, then Shanipa next year we are doing homework in 3 hours. Is he driving the car? Are they reading books? My mother is watching TV. The dog is not barking. It's raining. Is it raining? I write. I'm writing. ഇതിപ്പോ ഇതെല്ലാം വായിക്കുമ്പോ എനിക്ക് എന്താ തോന്നുന്നത് അറിയോ? ഞാൻ പറഞ്ഞ മലയാളം ഞാൻ മറന്നു പോകും. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് ചോദിച്ച മലയാളം സെന്റൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ അയക്കുന്നത് കാണുമ്പോ ഞാൻ ഏതാണ് പറഞ്ഞത് എനിക്ക് കൺഫ്യൂഷൻ വരും. ഇതാണ് ഇപ്പൊ സത്യം. കാരണം പലരും പല രീതിയിലാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. കുറെ കറക്റ്റ് ആണ്, കുറെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. മാം മലയാളം എഴുതിയിട്ടുണ്ട് മാം, റീഡ് ചെയ്യണോ? അത് വേണം? മലയാളം മലയാളം എഴുതി വെച്ചിരുന്നു മാം സെന്റൻസുകൾ, അത് പറയണോ മാം? ആ എന്തായാലും നമുക്ക് പറയാം കേട്ടോ. ലാസ്റ്റ് എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മിസ്റ്റേക്ക്. We have been doing all. നമ്മളത് പഠിച്ചിട്ടില്ല.
വിദ്യ കൊണ്ട് മിസ്റ്റേക്സ് പറയാനില്ല. വിദ്യ ടെൻസ് അറിയോ വിദ്യ? ടെൻസ് അറിയാവോ? ടെൻസ് കുറച്ച്. മനസ്സിലായി. ഓക്കെ, ഞാൻ ആൻസർ പറയാം കേട്ടോ. ഇനി ടൈം പോകുന്നു. അപ്പൊ മലയാളം വായിക്കൂ. പ്രസീദ മലയാളം വായിച്ചോളൂ കേട്ടോ. Yes, ma'am. ഞങ്ങൾ 3 മണിക്കൂറായിട്ട് ഹോംവർക്ക് ചെയ്യുകയാണ്. മണിക്കൂറാണ് ഹോംവർക്ക് ചെയ്യാൻ. ഞങ്ങൾ we are doing homework for 3 hours. വിദ്യയുടെ മിസ്റ്റേക്സ് ഒന്നുമില്ല, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഈ ടെൻസ് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ മാം. അപ്പോ we are doing homework for 3 hours. Correct. ഇനി നെക്സ്റ്റ് വൺ. അവൻ കാർ ഡ്രൈവ് ചെയ്യുകയാണോ? ആണോ? അവൻ കാർ ഡ്രൈവ് ചെയ്യുകയാണോ? Is he driving the car? Is he driving the car? അവൻ ഡ്രൈവിംഗ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ he is driving the car എന്ന് പറയാം. ചെയ്യുകയാണോ ക്വസ്റ്റ്യൻ ആണ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. So is he driving the car? And the next one. അവർ ബുക്സ് വായിക്കുകയല്ലേ? അവർ ബുക്സ് വായിക്കുകയല്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. Aren't they reading books? Aren't they reading books? Okay. എന്റെ അമ്മ വീട്ടിൽ TV കാണുകയാണ്. Yeah, my mother is watching TV at home. My mother is watching TV at home. Okay, then പട്ടി കുരയ്ക്കുകയല്ല. dog is not barking. Dog is not barking. Okay. ഇവിടെ മഴ പെയ്യുകയാണ്. Yeah, it's raining here. It's raining here. ഇവിടെ മഴ പെയ്യുകയാണ്. It's raining here. And ഇവിടെ മഴ പെയ്യുകയാണോ? it's raining here എന്ന് പറയുന്നത് തിരിച്ചിടാം. Is it raining here? ഇവിടെ മഴ പെയ്യുകയല്ലേ? Yeah, isn't it raining here? It is വന്നു, is it വന്നു, then isn't it വന്നു. അങ്ങനെയാണ് കേട്ടോ. Okay, then ഞാൻ ലെറ്റർ എഴുതുകയാണോ? ഞാൻ ലെറ്റർ എഴുതുകയാണ്. Am I writing a letter? Am I writing a letter? Okay, then ഞാൻ ലെറ്റർ എഴുതുകയല്ലേ? yes. Aren't I reading? Writing a letter. Aren't I? Aren't I ആണ്. അത് കൺഫ്യൂഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും. എന്റെ കൂടെ aren't I വന്നു. നെഗറ്റീവ് വരുമ്പോ aren't ആയിരിക്കും. Am I writing the letter വരത്തില്ല ഇതിന്? No. Am I writing the letter? Am I writing a letter എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അത് കറക്റ്റ് ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് aren't I ആകും. ഒരിക്കലും ആമിന്റെ കൂടെ നെഗറ്റീവ് വരില്ല. ആയിരിക്കും അവിടെ യൂസ് ചെയ്യാം. മനസ്സിലായോ? I'm reading a letter. I'm not reading a letter. Am I reading a letter? Aren't I reading a letter? ഒരിക്കലും ആമിന്റ് എന്ന് പറയുന്ന വാക്കില്ല. ഓക്കെ, ആമിന്റ് ഇല്ല കേട്ടോ. പകരം ഏതാണ്? ആറിന്റ് ആണ്. എഴുതി വെച്ചോളൂ കേട്ടോ. am not, am I. നെക്സ്റ്റ് ചെയ്യാമേ. സെന്റൻസ് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് മാത്രം ടെസ്റ്റ് ചെയ്യാം. I'm not, am I. മാറട്ടെ, ഇനിയാണ് വരാം കേട്ടോ. am not, am I, are we. ഇങ്ങനെ പഠിക്കാം. എല്ലാവരും ഇങ്ങനെ പഠിക്കാം. യു ആണെങ്കിലോ you are not, are you, aren't you. ഈ ആണെങ്കിൽ we are not, are we, aren't we. He is, he's not, is he, isn't he. Okay, മനസ്സിലായോ? പറഞ്ഞു പഠിക്കാം. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന aren't I ഒരു എക്സാമ്പിൾ പറഞ്ഞു മാം. ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കുകയല്ല.
സോറി ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കില്ലായി അല്ലേ, ഞാൻ ഇപ്പോ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ, ഇങ്ങനൊരു ചോദ്യം വളരെ റെയർ ആണ് കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയല്ലേ എന്ന് ചോദിക്കാം. ഞാൻ ഉറങ്ങുകയല്ലേ, അവണ്ടായി സ്ലീപ്പിംഗ് ചോദിക്കാം. അവണ്ടായി സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയല്ലേ. അയ്യയുടെ കൂടെ മാത്രം ഇങ്ങനെ ആരെങ്കിലും വരുള്ളൂ കേട്ടോ. സോറി അയ്യല്ല, ആമെന്റിന് പകരം ആമെന്റിന് പകരമാണ് നമ്മള് പകരമല്ല, ആമെന്റ് ചോദിക്കാറില്ല. ആമെന്റ് നെഗറ്റീവ് മാത്രം വേർഡ് ചെയ്യില്ല, റോങ് ആണ്. ആറിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പഠിച്ചു അതെല്ലാവർക്കും തെറ്റിച്ചതാണ്. ഈ പറയുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് കേട്ടോ, അത് വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇപ്പോഴേ പഠിച്ചു പോവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പെട്ടെന്ന് ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മിസ് വി ആറിന്റെ അത് കഴിഞ്ഞിട്ടുണ്ടോ പറഞ്ഞേ? we are not, we aren't, are we, aren't we. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് പഠിക്കാട്ടോ. അതിന് പ്രിപ്പയർ ചെയ്തിട്ട് വരും എല്ലാവരും. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്റെ ബുക്ക് കോപ്പറേറ്റ് ചെയ്യൂ. എന്താണില്ല മടിഞ്ഞ് നിൽക്കുന്നേ, പഠിക്കണ്ടേ നമുക്ക്. ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം പഠിച്ചിട്ടേ നമ്മൾ പോകൂ. ഓക്കെ, ക്ലാസ്സിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക, ക്ലാസ്സിൽ കോപ്പറേറ്റ് ചെയ്യുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ നിൽക്കണം. ഓക്കെ, സോ it's time to wind up today's class. So who's going to sign out? Sign out to Arita. Thank you, ma'am, for enriching us with your valuable knowledge. So much learning, so much laughter. Thank you, ma'am, the joy we earned. Okay, so thank you all. See you on the next class. Okay, bye. മഞ്ജുരാജ് ക്ലാസ് രണ്ടായിട്ട് മിണ്ടിയില്ല ഒന്ന്. ടീച്ചറ് തീരെ വയ്യാണ്ടിരിക്കാം. ഞാൻ എന്നിട്ട് സൈനൗട്ട് പറയാനിപ്പോ വന്നതാ. മിസ്സിന് ഇനി ആരും സൈനൗട്ട് പറയാണ്ടിരിക്കണ്ടെന്നിട്ട് എനിക്ക് തീരെ വയ്യ. എന്താന്നറിയില്ല, ഇന്ന് രാവിലെ മുതൽ ഭയങ്കര ബോഡി പെയിനും ഭയങ്കര തീരെ വയ്യ. അപ്പൊ മരുന്ന് മേടിച്ച് എന്നാലും ക്ലാസ്സിൽ കേറി, ഞാൻ കേൾക്കാല്ലോ വെച്ചിട്ടേ കേറി. റെസ്റ്റ് എടുക്കൂ, നല്ല വെള്ളം കുടിക്കൂട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.